ഹലോ ഗായ്സ്, വെൽക്കം എസ് ഡിസൈനർ സ്പോട്ട്. അപ്പോൾ ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഓഫറുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ എങ്ങനെയാണ് നമ്മളെ കാശ് ഒരുപാട് സ്പെൻഡ് ആവാതെ നമുക്ക് എങ്ങനെ സംഭവങ്ങൾ വാങ്ങി ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ചെയ്യുന്ന കുറച്ച് മാതൃകകളാണ്. അപ്പോൾ അതിന് താല്പര്യമുള്ളവർ തുടർന്ന് വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുമല്ലോ, സാരി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഓഫർ കാണുമ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി കുറച്ച് ചുരിദാറിന് ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷർട്ട് പീസ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ കയറിയ സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ റയോണിൻ്റെ ക്ലോത്ത് ഉണ്ടെന്നൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി. അപ്പോൾ നമ്മളൊരു സംഭവം കണ്ടിട്ട് അതിൻ്റെ പിന്നാലെ അങ്ങനെ പോയി. അപ്പോൾ റയോണിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് ഞാൻ ചുരിദാർ ചെയ്ത് 2 മീറ്റർ ക്ലോത്ത് വെച്ചിട്ട് ചുരിദാർ ചെയ്ത വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചുരിദാർ ചെയ്യുന്നതും അതിലില്ല, നമുക്ക് അതിൽ നമ്മളെ കയ്യിലുള്ള ഏതെങ്കിലും ക്ലോത്ത് ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് അതിലുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഷർട്ട് ഞാനിങ്ങനെ അവരുടെ ഡിസ്പ്ലേയിൽ വെച്ചത് കണ്ടു. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഷർട്ട്. അപ്പോൾ പൊതുവേ ഇങ്ങനത്തെ ഷർട്ടിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്. പിന്നെന്താ പറയുക, ജീനാണെങ്കിലും ഒക്കെ ആദ്യം മുതലേ നമ്മൾ ഇതിനോട് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷർട്ടുകളാണ് ഈ 2 പോക്കറ്റൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളെ സൈസിന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതിൻ്റെ വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. വലിയ ഷർട്ട് എങ്ങനെ നമുക്ക് വീട്ടിലൊക്കെ ഇടാനും അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ ഇടാനും ഒക്കെ ഉള്ളതുപോലെ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ട് അപ്പോൾ ഈ ഷർട്ട് കണ്ടപ്പോൾ ഞാനതിങ്ങനെ എടുത്ത് നോക്കി. അപ്പോൾ അതിൻ്റെ പ്രൈസൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ അതിന് ഒരുപാട് വില ഉണ്ടായിരുന്നു. 800 സംതിങ് അങ്ങനെ ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ അത്ര വില ആയതുകൊണ്ട് ഇനിയിപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് തന്നെ വെച്ചു. അപ്പോൾ ശരിക്കും ഇതിൻ്റെ വില എത്രയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് അറിയാമെന്നുള്ള രീതിക്കാണ് ഞാൻ നോക്കിയത്. അപ്പോൾ അവിടെ സൈലായിട്ട് നിന്നിരുന്ന ആ കുട്ടി പറഞ്ഞു ഇത് ഓഫറിൻ്റെ ഉള്ളതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എത്രയാണ് പൈസ പറഞ്ഞപ്പോൾ 150 രൂപയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആകെ തൊട്ട് ഇത്രയും പൈസേൻ്റെ സംഭവം അങ്ങനെ 150 രൂപയ്ക്ക് കിട്ടുന്നത്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഓഫറായിട്ടുണ്ടല്ലോ, അതിലുള്ളതാണത്. അപ്പോൾ ഇങ്ങനത്തെ ഷർട്ട് ഒരു 3 പീസ് ഉണ്ട് ബാക്കി, അപ്പോൾ അത് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ഷർട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ചെന്നപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒന്ന് ഈ കളറ്, പിന്നെ അതിൻ്റെ ഒരു ഗ്രീൻ ആയത്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ. അപ്പോൾ എനിക്കത് എന്തായാലും വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിടാൻ പറ്റിയില്ലെങ്കിലും ഞാനെന്താ ഇതുകൊണ്ട് ആലോചിച്ചതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിൻ്റെ സൈസ് നമുക്ക് കുട്ടികൾക്ക് ചിലപ്പോൾ ഷോൾഡറിന് പാകമായിന്ന് വരില്ല. അപ്പോൾ പെൺകുട്ടികളിപ്പോൾ ഏത് ഡ്രസ്സ് ഇടുന്നുണ്ടല്ലോ, അപ്പോൾ ഇതെടുത്തിട്ട് ഷോൾഡർ വേണമെങ്കിൽ നമുക്ക് ഇത്തിരി ഇപ്പോൾ ഇങ്ങോട്ട് മാറ്റി വെക്കാം. എന്നാലും 150 രൂപയ്ക്ക് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയാൽ നല്ല അടിപൊളി ഷർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇനിയിപ്പോൾ ഇത് ഇവിടെ ലൂസാണെങ്കിൽ ഇവിടെ ഒരു ഇലാസ്റ്റിക് വെച്ച് കൊടുത്താൽ മതി, അതല്ലെങ്കിൽ 2 പ്ലീറ്റ് ഇവിടെ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഷർട്ട് എടുത്തു. അപ്പോൾ നോക്കിയപ്പോൾ അവർ പറഞ്ഞു വേറെയും ഒരുപാട് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കി സാരിയാണ് പിന്നെ അടുത്ത ഓപ്ഷനായിട്ട് ഞാൻ സ്വീകരിക്കുക. അപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള സാരി അല്ലെങ്കിൽ നിറയെ പ്രിൻ്റ് ഉള്ള ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ഒരുപാട് ഡ്രസ്സുകൾ നമ്മൾ ചെയ്യാറുണ്ട്. ഒന്നുകിൽ സ്കർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ലോങ് ആയിട്ടുള്ള ഡ്രസ്സ് പ്ലീറ്റൊക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാരി എടുക്കാറുണ്ട്. ഞാൻ ഒരുപാട് തവണ അങ്ങനെ എടുത്തിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ 100-150 രൂപേൻ്റെ സാരികളാണ്. അപ്പോൾ നോക്കിയപ്പോൾ അതിൽ ഒരുപാട് സാരികളൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും എനിക്കത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. ഈ സ്റ്റോൺസൊക്കെ അങ്ങനെ ഒട്ടിച്ച് വെച്ചതാണ്. അപ്പോൾ അത് നമ്മൾ പറിച്ചു കളഞ്ഞാൽ അവിടെ അതിൻ്റെ ആ പശൻ്റെ അടയാളം ഉണ്ടാവും. അപ്പോൾ അത് വേണ്ടാന്ന് തീരുമാനിച്ചു. പിന്നെ അപ്പോൾ ആ കുട്ടി പറഞ്ഞു ചുരിദാറുകളൊക്കെ ഒരുപാട് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിങ്ങനെ ഓഫർ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണല്ലോ അത് കാണാൻ. അപ്പോൾ ചുരിദാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ ചുരിദാർ അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ എന്നാൽ പിന്നെ വീട്ടിലിടാൻ കുറച്ച് ചുരിദാറിൻ്റെ തുണി എടുത്ത് കളയാമെന്ന് വിചാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഡെയിലി വെയറിലൊന്നും ഓഫർ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ കാണിച്ചു തന്നത് ഭയങ്കര പാർട്ടി വെയർ ആയിട്ടുള്ള ഭയങ്കര വർക്കൊക്കെ ഉള്ള സംഭവങ്ങളാണ്. അപ്പോൾ അതൊക്കെ എത്രയാണെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു 100 രൂപ ഒക്കെ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഷോളൊക്കെ ഉള്ള ക്ലോത്തുകൾ കുറച്ച് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്തതാണ് ഇതിൽ നിറയെ ലേസ് ഉണ്ടായിരുന്നു ഇതിൻ്റെ സൈഡിലൊക്കെ. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്താൽ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ളൊരു ഷാൾ കിട്ടും. ഒന്നുമില്ലെങ്കിൽ വെറുതെ മാക്സിക്കോ അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ ഏതെങ്കിലും ഡ്രസ്സിന് മാച്ചായിട്ടൊക്കെ ഇടാൻ പറ്റണതായതുകൊണ്ട് ഇത് ബിറ്റിൽ ഇങ്ങനെ നല്ല ഷാളുള്ളത് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഷാൾ മാത്രം തിരഞ്ഞ് നോക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെ കണ്ടത് വർക്കുകളൊക്കെ ഉള്ള ഡ്രസ്സാണ്. അപ്പോൾ അതെനിക്ക് അത്ര ഇഷ്ടമായില്ല. പിന്നെ ഞാൻ എടുത്തുള്ള ഈ ഒരു ബിറ്റാണ് അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് എടുത്തത്. അപ്പോൾ ഇത് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണല്ലോ ആലോചിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ക്ലോത്ത് നമ്മൾ വാങ്ങുകയാണെങ്കിൽ മിനിമം അതിന് 80 രൂപ മീറ്ററിന് കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും 2 മീറ്ററിൽ കൂടുതൽ ഈ ടോപ്പിൻ്റെ തുണി ഇതിലുണ്ടാവും. അപ്പോൾ ഈ തുണി എടുത്തിട്ട് ലൈനിങ് വെച്ചാൽ നമ്മളിപ്പോൾ ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ ചെയ്ത് ഡ്രസ്സ് ഇടുന്നുണ്ടല്ലോ, അപ്പോൾ ഈ ഡ്രസ്സിൽ നമുക്ക് പ്ലെയിനായിട്ട് നല്ല ഭംഗിയിൽ സിമ്പിളായിട്ട് ഹാൻഡ് എംബ്രോയിഡറി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഈ തുണി ഇതിൻ്റെ ടോപ്പായിട്ടുള്ള തുണിയാണ്, ടോപ്പിനുള്ള പീസാണ്, അതെടുത്തു. അപ്പോൾ അതിൻ്റെ ഷാളും
പിന്നെ അതിൻ്റെ പാൻറ്റിൻ്റെ ക്ലോത്ത് ഇതാണ്. അപ്പോൾ ഇതും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിതൊന്ന് പാൻറ്റാക്കി ഇടാനല്ല വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, ഇതുകൊണ്ട് ടോപ്പ് ചെയ്യാം, ഇതുകൊണ്ട് ടോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത്. അപ്പോൾ ഇനി ഒന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ കുട്ടികൾക്ക് ഫ്രോക്കാക്കിയിട്ട് അടിച്ചിട്ട് കൊടുക്കാൻ പറ്റും. കാരണം അങ്ങനത്തെ ഒരു ഇഷ്ടം തോന്നുന്ന ഒരു ക്ലോത്തുമാണ് ഇതുമാണ്. ഇതിന് എത്ര 1000 രൂപ മറ്റേ ഉള്ളൂ ആ ബിറ്റിൽ, അതിൻ്റെ വില ആക്കി അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് 100 രൂപക്ക് കിട്ടും. പിന്നെ അതുപോലെ ഞാൻ പിന്നെ വേറെ ഒന്ന് എടുത്തത് ഈ ഒരു ഡ്രസ്സാണ്. ഇതിപ്പോൾ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് കണ്ടിട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഷോളാണ്, ഈ ഡ്രസ്സാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഈ കളർ ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരുണ്ട് വീട്ടിൽ, അപ്പോൾ അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനുമ്പോൾ പിന്നെ ലേസ് റിമൂവ് ചെയ്യാനൊന്നുമില്ല, ഷോൾ വലിയ കുഴപ്പമില്ലാത്ത ഒരു ഡ്രസ്സ് ഇതാണ്, ഷോളാണ്. അപ്പോൾ ഇതും എടുത്ത്, അപ്പോൾ ഇതിൻ്റെ വർക്ക് സിമ്പിളായിട്ടുള്ള ഒരു ഇതാണ് ഇതിലുള്ളത്. ഇതാണ് ഇതിമുണ്ടായിരുന്ന വർക്ക്. സിമ്പിളായിട്ട് ഒരു നെക്കിൽ മാത്രം ഒരല്പമുണ്ട്. പിന്നെ അടിയിൽ കുറച്ച് സംഭവമായിട്ടുണ്ട്. ഇതിന് മുമ്പെന്നോ വന്നതാണെന്ന് തോന്നുന്നു. നമ്മൾക്ക് അങ്ങനെ ട്രെൻഡായിട്ട് ചുരിദാറുകൾ എടുത്ത് നോക്കാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. അപ്പോൾ ഇതെടുത്ത്, അപ്പോൾ ഇതിനുള്ള പാൻറ്റിൻ്റെ ക്ലോത്ത് ഇതാണ്. അപ്പോൾ വിചാരിച്ചത് ഇത് വലിയ പാൻറ്റ് ഒന്നുകിൽ ഈ ചുരിദാർ ബിറ്റ് ഒന്നുകിൽ ആർക്കെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ ഉപയോഗിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറെ 2 ബിറ്റുകളും കൂടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഓഫറുകൾ കാണുമ്പോൾ അത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. ഇപ്പോൾ മാക്സികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മോഡൽ പോയതാണെങ്കിൽ നമുക്ക് ഒന്നുകിൽ പില്ലോ കവറായിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ കുറച്ച് പൈസക്ക്. ഇപ്പോൾ ഞാനിപ്പോൾ മൊത്തം എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈ ചുരിദാറിന് 1700 മറ്റാണെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ ബില്ലൊക്കെ ഇതിൽ റിമൂവ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ 100 രൂപക്കാണ് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 4 ബിറ്റ് ഞാൻ എടുത്തു. 4 100 രൂപയാണ് ആയിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ ഷർട്ടിന് അതിന് 100 രൂപ. അങ്ങനെ 500 രൂപയ്ക്ക് മൊത്തം 4 ചുരിദാർ ബിറ്റും ഒരു അടിപൊളി ഷർട്ടും കിട്ടി. പിന്നെ ചുരിദാർ ബിറ്റിൽ 2900 രൂപേൻ്റെ ഒരു ചുരിദാർ ബിറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഷോളാണ് ഞാൻ മെയിനായിട്ട് ശ്രദ്ധിച്ചത്. അതും ഈ പറഞ്ഞതുപോലെ ഇതുപോലത്തെ നല്ലൊരു പ്രത്യേക ക്ലോത്തായിരുന്നു. അതിൻ്റെ ഇത് വീഡിയോ ഞാനത് കട്ട് ചെയ്യണ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് കട്ട് ചെയ്തപ്പോൾ. അത് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ലാസ്റ്റ് ആഡ് ചെയ്യാം. പിന്നെ വേറൊന്ന് നല്ല വർക്കായിട്ടുള്ള ഒരു ഡ്രസ്സാണ് കണ്ടത്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നെക്ക് അതിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ കുറച്ച് മുത്തുകൊണ്ട് ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ ചെയ്തിട്ട് റോസാപ്പൂവൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനെന്താ വിചാരിച്ചത്, എന്തായാലും ആ ചുരിദാർ ബിറ്റ് ഞാൻ ഇടൂല. അപ്പോൾ നമുക്ക് ഈ മുത്ത് മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് കുട്ടികൾക്ക് ഫ്രോക്ക് ചെയ്യുമ്പോൾ അതുമ്മ വെച്ചെടുക്കാം. പക്ഷേ നമ്മൾ മുത്ത് മാത്രം വാങ്ങാൻ പോവുകയാണെങ്കിൽ അതിനെങ്ങനെയായാലും ആ മുത്തിൻ്റെ ഈ ഇതുപോലുള്ള വർക്ക് മാത്രം വാങ്ങുകയാണെങ്കിൽ എങ്ങനെയായാലും ഒരു 100 രൂപേൻ്റെ മേലെ നമ്മളതിന് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ 100 രൂപയ്ക്ക് ഇത് കിട്ടുന്നുണ്ടെങ്കിൽ ഈ വർക്ക് മാത്രം കട്ട് ചെയ്തെടുത്ത് നമ്മൾ ചെയ്താൽ മതിയല്ലോ. അങ്ങനെയാണ് വിചാരിച്ചത്. അല്ലാതെ ആ ഡ്രസ്സ് വിചാരിച്ചിട്ടല്ല എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഈ വർക്ക് നമുക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഈ 100 രൂപയ്ക്ക് കിട്ടുന്ന ക്ലോത്ത് കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും മോഡൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓഫർ കാണുമ്പോൾ നമ്മൾ ഓടി അങ്ങോട്ട് വീഴാതെ ആദ്യം നമുക്കത് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, എന്നിട്ട് എടുക്കുക. അപ്പോൾ ചിലരൊക്കെ അതേപോലെ ഓഫർ കണ്ടിട്ട് അതിൻ്റെ പിന്നാലെ പോയി വാങ്ങിയിട്ട് പിന്നെ അത് ഇടാനും തോന്നില്ല, വെറുതെ അങ്ങനെ ഇരുന്ന് വേസ്റ്റ് ആവണ ഒരു പരിപാടി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യാതെ നമുക്ക് എങ്ങനെ ഉപകാരപ്പെടുത്താം എന്ന രീതിയിൽ നമ്മൾ ഓഫറുകളിൽ പോയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇതുപോലുള്ള മറ്റ് വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ഹാവ് എ നൈസ് ഡേ. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളാരെങ്കിലും ഇതുപോലുള്ള ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുള്ളവർക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തിരുന്ന ഒരു സംഭവം തന്നെയാണ്. ഇപ്പോൾ ഇതുപോലെ ബിറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി നമ്മളിങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടാവും ടോപ്പിനിത് പാൻറ്റിനിത് എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യാതെ നമ്മൾ പാൻറ്റിന് എടുക്കാനുള്ള ക്ലോത്ത് ഉപയോഗിച്ച് ടോപ്പിനുള്ള ക്ലോത്ത് ഉപയോഗിച്ച് പാൻറ്റും ചെയ്യുന്ന പരിപാടിയൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നല്ല ഹെവി വർക്കായിട്ടുള്ള എന്താ പറയുക ബ്രൊക്കേഡൊക്കെ ആയിട്ടുള്ള ചുരിദാർ ബിറ്റൊക്കെ ഇതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനത്തതാണ് നമുക്ക് ഇതേപോലെ കാണുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എടുത്തൊരു ബ്ലൗസ് അടിക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഈ ക്ലോത്ത് അല്ല, ഇതിൽ നല്ല വർക്കൊക്കെ ഉള്ള ക്ലോത്ത് ആണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ റിമൂവ് ചെയ്താൽ നമുക്കൊരു അടിപൊളി ബ്ലൗസ് പീസ് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ നല്ല പ്ലെയിൻ ആയിട്ടുള്ള സാരിയൊക്കെ ആണെങ്കിൽ അതിലേക്ക് നല്ല ഭംഗിയിൽ നമുക്ക് ബ്ലൗസ് അടിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ നോക്കി, പിന്നെ കുറച്ച് സമയം എനിക്കവിടെ അനുവദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് ഇത്ര സമയം കൊണ്ട് പരിപാടി തീരണം എന്നുള്ള ഒരു ഇതിലാണ് പോയിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ നമുക്ക് ഒരുപാട് സമയം ഇതിന് മുമ്പിൽ കളയേണ്ടി വന്നില്ല. പിന്നെ ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് ഡ്രസ്സ് കട്ട് ചെയ്യാൻ വേണ്ടി ഷർട്ട് പീസ് റെഡിയാക്കി വെച്ചിരുന്നത് ഒരാൾക്ക് ഡ്രസ്സ് ചെയ്യാൻ 500 രൂപേൻ്റെ പീസായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് 1.5 മീറ്റർ ക്ലോത്താണ് നമ്മൾ എടുക്കുക. അപ്പോൾ അതിൽ 500 രൂപയോളം ആവും നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച ക്ലോത്തിന്. പക്ഷേ അതെടുക്കാതെ ഓരോരുത്തർക്കും ഓരോ ചുരിദാർ വിറ്റായിട്ട് തന്നെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റി. അതാണ് നമ്മളെ ഓഫർ. അത് വെറും 500 രൂപ മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പരമാവധി നന്നായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കാശ് സ്പെൻഡ് ചെയ്യാതെ അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനി വർക്കൊക്കെ ചെയ്യുന്ന വീഡിയോ നമ്മൾ തുടർന്നും ഇടും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ബിറ്റിലുണ്ടായിരുന്ന വേറൊരു പീസാണ്, അല്ല ആ കൂട്ടത്തിലുണ്ടായിരുന്ന വേറൊരു പീസാണിത്. അതിൻ്റെ ഷോളാണ് ഈ കാണുന്നത്, ഈ കള്ളിയായിട്ടുള്ള. അപ്പോൾ അതിൻ്റെ ഷാളായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഒരു കോട്ടൺ ആയതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ നിൽക്കും. പിന്നെ ഒരുപാട് വീതിയുള്ള ഒരു ഷോളല്ല. പിന്നെ അതിൻ്റെ അടിഭാഗത്തൊക്കെ നല്ല ഡിസൈനൊക്കെ ഉണ്ട്. മറ്റേ ഒരു ഇതുണ്ടാവില്ല, ഒരു ത്രെഡ് ഇങ്ങനെ തൂങ്ങിയിട്ടുള്ള ഹാങ്ങിങ് ആയി കിടക്കൂലേ, അതുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ടോപ്പിൻ്റെ സംഭവം ഇതാണ്. ഒരു സൈഡിൽ മാത്രം ഒരു ഡിസൈനർ ടോപ്പാണിത്. വേറെ പീസുകളൊന്നുമില്ല, സെയിം മോഡലിലുള്ളത്. അപ്പോൾ അത് ഞങ്ങൾ വെട്ടി, നെക്കൊക്കെ വെട്ടി അതിൻ്റെ വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിച്ചെടുത്തതായിരുന്നു. പക്ഷേ പിന്നെ അതിനുള്ള സമയമൊക്കെ ഉണ്ടായില്ല. അപ്പോൾ ഇതൊരു 2 മാസത്തോളം ആയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ അത് കട്ട് ചെയ്തു. അങ്ങനെ ഇത് ഞങ്ങൾ, അപ്പോൾ ഞാൻ പിന്നെ അത് നമ്മളറിയണ ഇതുപോലുള്ളവരോടൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ, അങ്ങനെ നല്ല ഓഫറുണ്ട് ബ്യൂട്ടി സിൽക്കിലാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ പോയി നോക്കി ചില ആൾക്കാരൊക്കെ. അപ്പോൾ അവർ പറയണത് ഭയങ്കര തിരക്കാണ്, അങ്ങോട്ട് കയറാൻ പറ്റണില്ല. പിന്നെ ചെന്നാട് ലാസ്റ്റ് കയറി നോക്കിയപ്പോഴും എന്താ പറയുക, ഒരു ഭംഗിയുള്ളത് ഒരിട്ടൊന്നും കിട്ടില്ല. പിന്നെ വേറെ ഏതോ ഒന്ന് എടുത്തിട്ട് പോരേണ്ടി വന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ഞാൻ ചെന്നപ്പോൾ ഭയങ്കര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ തിരക്കി നമ്മൾ ഒരു സംഭവം വാങ്ങാനൊന്നും ഈ സമയത്ത് നിൽക്കരുത്. നമുക്ക് നല്ല വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത സമയമാണെങ്കിൽ വാങ്ങിയിട്ട് എടുക്കുക. അല്ലാതെ ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആ ഒരു ഓഫറിന് വേണ്ടിയിട്ട് നമ്മൾ വെറുതെ അവിടെ നിന്ന് സമയം കളയരുത്, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കണ്ടീഷൻ. അപ്പോൾ ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് വെട്ടിയതാണിത്. അങ്ങനെ വെട്ടിയപ്പോൾ നെക്കിൻ്റെ കയ്യിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് വർക്ക് ചെയ്ത പീസ് കട്ട് ചെയ്ത് പോയി. പിന്നെ ബാക്കി വന്നതാണിത്. ഇതും തന്നെ ഈ ക്ലോത്ത്, ടോപ്പിൻ്റെ ക്ലോത്ത് നല്ല തുണിയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ പാൻറ്റ് ഒരു ഭംഗിയുള്ളൊരു കളർ തന്നെയാണ്. ഇനി ഇതിൻ്റെ ഇവിടെ ചെറിയൊരു ബട്ടണൊക്കെ വെച്ച് സെറ്റാക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്.